വിടക്കാക്കി തനിക്കാക്കുക എന്ന രീതിയിൽ കോൺഗ്രസിനകത്ത് തന്നെ കുറേയധികം ദുഷ്ടബുദ്ധികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. KPCC അധ്യക്ഷ സ്ഥാനം കിട്ടിയാൽ എന്താ പുളിക്കുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് ആൻ്റണിയും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. സുധാകരൻ നല്ല വ്യക്തി തന്നെയാണ്, പക്ഷേ അധ്യക്ഷ സ്ഥാനം എല്ലാവർക്കും വലിയ തോതിൽ ഇഷ്ടവുമാണ്. സുധാകരനെ നീക്കിയാൽ പകരം ആര് വന്നാൽ ആയിരിക്കും അത് കുറച്ചുകൂടി മെച്ചമുള്ള രീതിയിൽ സംഘടനയെ കൊണ്ടുപോവുക എന്ന തിരക്കിട്ട ചർച്ച നടക്കുമ്പോൾ മുരളീധരൻ എന്ന മുൻ KPCC അധ്യക്ഷൻ പറയുന്ന കാര്യങ്ങളാണ് വാസ്തവം. അദ്ദേഹം പറയുന്നത് സുധാകരനെ മാറ്റേണ്ട ഒരു സാഹചര്യവും അദ്ദേഹം സൃഷ്ടിക്കുന്നില്ല. UDFിനകത്ത് കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹം അത് തെളിയിക്കുന്ന സാഹചര്യവുമാണ്. രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്കണവാടിയിലെ തെരഞ്ഞെടുപ്പല്ല 2025 നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വീണ്ടും മുതിർന്ന നേതാക്കളെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കൂ. മുരളീധരനായിരുന്നാലും സുധാകരനായിരുന്നാലും അവർ കേരളത്തിൽ വലിയ രീതിയിൽ സ്വീകാര്യത ഉള്ള രണ്ട് നേതാക്കളാണ്. സുധാകരനെ മാറ്റണം എന്ന് പറഞ്ഞ് ചരട് വലിക്കുന്ന നേതാക്കളിൽ പലരും വലിയ രീതിയിൽ ദുഷ്ടബുദ്ധിയോടെ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൻ്റെ സർവനാശം തന്നെയാണ്. അവർ അവരുടെ നേട്ടം മാത്രം ആഗ്രഹിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ കൊഴിഞ്ഞുപോക്കിനെ നേരിടാൻ കഴിയുമോ എന്നുള്ളതാണ്. അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ CPIMന് ബദലായി സുധാകരനെ പോലൊരാൾ നിൽക്കുന്നത് കൊണ്ടാണ് പലർക്കും ആവേശം. അതല്ലെങ്കിൽ എന്നേ ഈ പ്രസ്ഥാനത്ത് നിന്നും വീണ്ടും 2 തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ കൊഴിഞ്ഞുപോക്കുണ്ടായേനെ. ആ കൊഴിഞ്ഞുപോക്ക് തടഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തിയതാണോ സുധാകരൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് മുരളീധരൻ ചോദിക്കുകയാണ്. വട്ടിയൂർക്കാവിൽ നിന്നും തന്നെ വടകരയിലേക്ക് മത്സരിപ്പിച്ച കോൺഗ്രസിൻ്റെ ബുദ്ധി അതിനുശേഷം തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത് ആരുടെ പ്രയത്നപ്രകാരമാണ്? അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. വാസ്തവത്തിൽ വട്ടിയൂർക്കാവ് MLA ആയി മുരളീധരൻ ഇപ്പോഴും തുടർന്നനെ അദ്ദേഹത്തിനെ വെല്ലാനൊന്നും പ്രശാന്തിന് കഴിയുമായിരുന്നില്ല. പ്രശാന്തിനെ അവിടെ ഇറക്കാൻ ഒരു ഐഡിയ തോന്നിയത് തന്നെ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രമാണ്. അതല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും മുരളീധരൻ അവിടെ ജയിച്ചാൽ. സുധാകരനെ മാറ്റിയാലും അദ്ദേഹത്തിന് കൃത്യമായ കോമ്പൻസേഷൻ കൊടുത്തേ മതിയാവൂ. വെറുതെ പാർലമെന്റ് അംഗമായി ഇരുന്നിട്ട് അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. കണ്ണൂർ നിയമസഭാ സീറ്റ് അതാണ് സുധാകരന് കൊടുക്കേണ്ട ഏറ്റവും വലിയ നഷ്ടപരിഹാരം എന്നത് വ്യക്തമാണ്. കാരണം അദ്ദേഹത്തിനെ UDF മന്ത്രിസഭയിൽ രണ്ടാമനെങ്കിലും ആക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം UDF നേതാക്കൾക്കുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി പദവി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അദ്ദേഹത്തിന് അങ്ങനെ UDFിൻ്റെ കെട്ടുറപ്പിനെ തകർക്കാനും ആഗ്രഹമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വകുപ്പ്, ഏറ്റവും കുറഞ്ഞ പക്ഷം ആഭ്യന്തരം പോലുള്ളൊരു വകുപ്പ് സുധാകരന് കൊടുത്താൽ കേരളത്തിൽ ഈ തേർവാഴ്ച, ഇത്തരത്തിലുള്ള CPIMൻ്റെ തേർവാഴ്ചയെ തകർത്തെറിയാൻ സുധാകരനെ കൊണ്ട് പറ്റും. അത് എങ്ങനെയും തടയിടാൻ വേണ്ടി റിപ്പോർട്ടർ ചാനലിലെ പലരും ശ്രമിക്കുന്നുണ്ട്. റോഷിബാൽ എന്ന റിപ്പോർട്ടറെ കണ്ടം വഴി ഓടിച്ച സുധാകരനോട് സ്വാഭാവികമായും മൊട്ട അരുണിനും അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടിനും ഉണ്ണി ബാലകൃഷ്ണനുമൊക്കെ വിരോധം തോന്നും എന്നുള്ളത് സ്വാഭാവികമല്ലേ എന്നാണ് മാധ്യമ നിരീക്ഷകർ പറയുന്നത്.